ഇനി പറയുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് സ്യൂവേർഡ് ഏരിയയിൽ അഴുക്കുചാലുകളുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അഴുക്കുചാലുകളുണ്ട്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇത് 2 സെക്ഷനായിട്ടാണ് പറയുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്നും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്നും 2 സെക്ഷനായിട്ടാണ് പറയുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് സ്ക്രീനിങ്, അതുപോലെ ഗ്രിത്ത് ചേമ്പർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ചെയ്യുക, ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് സ്ക്രീൻസ് ലാർജ് ഫ്ലോട്ടിംഗ് ഓബ്ജക്ട്സ് ലൈക്ക് പീസസ് ഓഫ് വുഡ്, റാഗ്, ഡെഡ് അനിമൽസ് എക്സെട്ര. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഈ പ്ലാന്റിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് യാത്ര ചെയ്തിട്ടായിരിക്കും എത്തുന്നത്. പല വീടുകളിൽ നിന്നും ഉള്ള സീവേജുകളായിരിക്കും ഈ വരുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന വഴി ചിലപ്പോൾ ബാക്കി വേസ്റ്റുകൾ, വലിയ വലിയ വേസ്റ്റുകളും കൂടെ പെടാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ സ്ക്രീനിങ് വെക്കുന്നത്. അപ്പം സ്ക്രീനിങ്, ഇറ്റ് സ്ക്രീൻസ് ലാർജ് ഫ്ലോട്ടിംഗ് ഓബ്ജക്ട്സ് ലൈക്ക് പീസസ് ഓഫ് വുഡ്, റാക്സ്, ഡെഡ് ആനിമൽസ് എക്സെട്ര. റിമൂവൽ ഓഫ് ദം ഈസ് എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് മേ ബ്ലോക്ക് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അപ്പം ഇതിനെ റിമൂവ് ചെയ്തില്ലെങ്കിൽ വലിയ ഒബ്ജക്ട്സ് വരുമ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ ചിലപ്പോൾ ബ്ലോക്ക് ആക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റിമൂവ് ചെയ്യണം. The screen is made of vertical or inclined steel bars set 5 cm apart. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ജയിലിൻ്റെ അഴി പോലെ ഇങ്ങനെ 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് ഇങ്ങനെ ഒരു സീവ് പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ക്രീൻ. ഇങ്ങനെ ഒരു സീവ് പോലെ, അരിപ്പ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലിത് ഇങ്ങനെ വേസ്റ്റ് വന്ന് അടിഞ്ഞു, വലിയ വലിയ വേസ്റ്റുകൾ അവിടെ തങ്ങി നിൽക്കും. അപ്പോൾ അതാണ് സ്ക്രീനിങ്. എന്നിട്ട് പിന്നെ ആ വേസ്റ്റുകളെ പിന്നെ എടുത്ത് ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ വേസ്റ്റ് ഓബ്ജക്ട്സിനെ, വുഡ്, അതുപോലെ റാഗ്, അതുപോലെ ഡെഡ് അനിമൽസ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിങ്. ഇനി അടുത്തത് പറയുന്നത് ഗ്രിത്ത് ചേമ്പറാണ്. ദ ചേമ്പർ ഈസ് അപ്രോക്സിമേറ്റ്ലി 10 to 20 മീറ്റർ ലെങ്ത്. അപ്പോൾ 10 തൊട്ട് 20 മീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. It is designed as to maintain a constant velocity of about 1 foot per second with a detention period of 30 seconds to 1 minute. അപ്പം ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കൂടിയാണ് ഈ സീവേജ് മൂവ് ചെയ്യണത്. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ വെലോസിറ്റിയാണ് പറയുന്നത്. 1 foot per second, അതായത് ഒരടിയാണ് ഒരു സെക്കൻഡിൽ യാത്ര ഇത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു വെലോസിറ്റിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം അവിടെ റിട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പം വിത്ത് എ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് 30 seconds to 1 minute. അപ്പോൾ ഡിറ്റൻഷൻ പീരീഡ് 30 seconds തൊട്ട് 1 minute വരെയാണ് പറയുന്നത്. ഇതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഇതിന് കൊടുക്കാൻ സഹായിക്കുകയാണ്, ആ ഫ്ലോയ്ക്ക് കൊടുക്കാൻ സഹായിക്കുകയാണ്. ഹിയർ സെറ്റിൽമെൻറ്റ് ഓഫ് ഹെവിയർ സോളിഡ്സ് ലൈക്ക് സാൻഡ് ആൻഡ് ഗ്രാവൽ ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്രാവിറ്റി കൊണ്ട് ഇതിലുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ്, നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും സോളിഡ് ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള ഈ സാൻഡ്, ഗ്രാവല്, അങ്ങനെയുള്ളതെല്ലാം അവിടെ സെറ്റിലായി പോവുകയാണ് ചെയ്യുന്നത്. ദ ഗ്രിത്ത് ഈസ് കളക്റ്റഡ് അറ്റ് ദ ബോട്ടം ആൻഡ് റിമൂവ്ഡ് പീരിയോഡിക്കലി. എന്നിട്ട് ഈ ഗ്രിത്ത്, ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്ന ഗ്രിത്ത്, സാൻഡ് പോലെയുള്ള കാര്യങ്ങൾ, ഹെവിയർ ആയിട്ടുള്ള സാധനങ്ങൾ, അത് പിന്നീട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പീരിയോഡിക്കലായിട്ട് അത് റിമൂവ് ചെയ്ത് കളയും. ഇതാണ് ഗ്രിത്ത് ചേമ്പർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് പ്രൈമറി സെഡിമെൻറ്റേഷൻ ആണ്. അപ്പോൾ സ്ക്രീനിങ്ങും ഗ്രിത്ത് ചേമ്പറും കഴിഞ്ഞ് അടുത്തത് പ്രൈമറി സെഡിമെൻറ്റേഷൻ. അതൊരു ടാങ്കാണ്. ആ ടാങ്കിൽ ഇതിൽ സോളിഡ് മാറ്റർ സെഡിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടാങ്ക് ഹോൾഡിംഗ് ഫ്രം 1/4 to 1/3 ദ ഡ്രൈ വെതർ ഫ്ലോ. ഡ്രൈ വെതർ ഫ്ലോ എന്ന് പറഞ്ഞാൽ സീവേജ് വാട്ടർ തന്നെയാണ്. അപ്പോൾ അതിനെ ഇതിൽ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ 1/4 അല്ലെങ്കിൽ 1/3 വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫ്ലോ വെരി സ്ലോലി അക്രോസ് ദ ടാങ്ക് അറ്റ് എ വെലോസിറ്റി ഓഫ് 1 to 2 feet per minute. അപ്പോൾ ഇതിലെ വെലോസിറ്റി, ഈ ടാങ്കിൽ വെച്ച് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 to 2 feet per minute ആണ്. സീവേജ് സ്പെൻഡ് അബൌട്ട് 6 to 8 hours ഇൻ ദ ടാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീവേജ് അതിലൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ അതിൽ റിട്ടൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദ സസ്പെൻഡഡ് മാറ്റർ സെഡിമെൻറ്റ്. അപ്പോൾ അങ്ങനെ റിട്ടൈൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള സസ്പെൻഡഡ് മാറ്റേഴ്സ്, അപ്പോൾ ആദ്യം ഗ്രിത്ത് ചേമ്പറിൽ കുറേ ഹെവി ആയിട്ടുള്ള കല്ല്, മണ്ണ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പോയി. ഇനി അടുത്ത ചേമ്പറിലേക്ക് വരുമ്പോൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ്റെ സെഗ്മെൻറ്റിൽ അവിടെ പിന്നെയും ബാക്കി സസ്പെൻഡ് ചെയ്യുന്ന മാറ്ററും കൂടെ സെറ്റിൽ ഡൗൺ ചെയ്യുവാണ്. അപ്പോൾ ദ ഓർഗാനിക് മാറ്റർ ഈസ് സ്ലഡ്ജ്. അപ്പം അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിനെ നമ്മൾ സ്ലഡ്ജ് എന്ന് പറയും. ദ ഗ്രീസ് ഓർ ഫാറ്റ് വിച്ച് കംസ് ഓൺ ദ സർഫസ് ഇസ് സ്കം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആ മുകളിൽ വരുന്ന ഫാറ്റ് അല്ലെങ്കിൽ ഗ്രീസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സ്കം എന്നും പറയും. എന്നിട്ട് അതിനെ പീരിയോഡിക്കലി നമ്മൾ റിമൂവ് ചെയ്യുകയും ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി
ഇനി പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത സെക്ഷനാണ്. ഓർഗാനിക് മാറ്റർ ഈസ് സബ്ജക്റ്റഡ് ടു എയ്റോബിക് ഓക്സിഡേഷൻ ഇൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എയ്റോബിക് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത് മെയിനായിട്ടും എയ്റോബിക് ഓക്സിഡേഷൻ. ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്, ഫിൽട്ടർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ് ഈസ് എ ബഡ് ഓഫ് ക്രഷ്ഡ് സ്റ്റോൺസ് ഓർ കിൻകർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ക്രഷ് ചെയ്ത് സ്റ്റോൺസിൻ്റെ ഒരു ബെഡാണ്, ഒരു ബെഡ് പോലെ അല്ലെങ്കിൽ ഒരു ഫിൽട്ടർ പോലെ ഈ ക്രഷ്ഡ് സ്റ്റോൺസിനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. അല്ലെങ്കിൽ അതിന് കിങ്കർ എന്ന് വേറൊരു പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 1 to 2 മീറ്റർ ഡീപ്പ്, അത്രയും ആഴത്തിലും അതുപോലെ 2 to 30 മീറ്റർ വൈഡ്, അത്രയും വൈഡുമായിട്ടുമാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ 1 to 2 മീറ്റർ ഡീപ്പ് ആൻഡ് 2 to 30 മീറ്റർ വൈഡ്. ദ എഫ്ലുവൻറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ ഫ്ലോറ വൈൽ ഇറ്റ് ഫിൽട്ടർ ത്രൂ ദ കിങ്കർ. അപ്പോൾ ഈ എഫ്ലുവൻറ്റ്, അതായത് നമ്മൾ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള ആ വെള്ളം അത് പിന്നെ ഈ കിങ്കറിൽ കൂടെ പാസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു സീവ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് അതിലുള്ള ബാക്ടീരിയ, എറോബിക് ബാക്ടീരിയ ആക്ട് ചെയ്ത് ഇതിനെ ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ സംഭവിക്കും ഇത് ഫിൽട്ടറിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ദ എഫ്ലുവൻറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ ഫ്ലോറ വൈൽ ഇറ്റ് ഫിൽട്ടർ ത്രൂ ദ കിങ്കർ. അടുത്തത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ അടുത്തത് വരുന്നതാണ്. ദ എഫ്ലുവൻറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സ്ലഡ്ജ് ഡ്രോൺ ഫ്രം ദ ഫൈനൽ സെറ്റിലിംഗ് ടാങ്ക്. അപ്പം ഇതും കഴിഞ്ഞിട്ട് ഒരു ചേമ്പർ കൂടെ ഉണ്ട്, ഒരു ടാങ്ക് കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമറി സെഡിമെൻറ്റിൻ്റെ ഒരു ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു, അതുകൂടാതെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. അപ്പം ആ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഫ്ലൂയിഡ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്ലഡ്ജ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഫ്ലുവൻറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സ്ലഡ്ജ് ഡ്രോൺ ഫ്രം ദ ഫൈനൽ സെറ്റിലിംഗ് ടാങ്ക്. അപ്പോൾ അത് ഫൈനൽ സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ 20 to 30% ആണ്. പിന്നെ എഫ്ലുവൻറ്റ് അതിപ്പോൾ പ്രൈമറി ടാങ്കിൽ നിന്ന് വരുന്നത്, പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്നത് അത് 80 to 70%. അതിലേക്ക് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ മിക്സ്ചർ ഈസ് സബ്ജക്റ്റഡ് ടു എയറേഷൻ ചേമ്പർ ഫോർ അബൌട്ട് 6 to 8 hours. എന്നിട്ട് ഈ മിക്സ്ചറിനെ, ഈ സ്ലഡ്ജ് ഫൈനൽ ടാങ്കിൽ നിർത്തി ഈ സ്ലഡ്ജിനെയും എഫ്ലുവൻറ്റിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എയറേഷൻ ചേമ്പറിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ദ മിക്സ്ചർ ഈസ് സബ്ജക്റ്റഡ് ടു എയറേഷൻ ചേമ്പർ ഫോർ 6 to 8 hours. ദ എയറേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ഐദർ ബൈ മെക്കാനിക്കൽ അജിറ്റേഷൻ ഓർ ബൈ ഫോഴ്സിങ് കംപ്രസ്ഡ് എയർ കണ്ടിന്യൂസ്ലി ഫ്രം ദ ബോട്ടം ഓഫ് എയറേഷൻ ടാങ്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എയർ കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലാണ് അത് നടക്കുള്ളൂ. അപ്പം എയറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ അജിറ്റേഷൻ വഴി അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നമ്മൾ എയർ താഴേന്ന് കൊടുക്കുന്നതാണ്. ഇനി അടുത്ത് പറയുന്ന ഓർഗാനിക് മാറ്റർ ഓഫ് സീവേജ് ഓക്സിഡൈസ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രേറ്റ്സ്, വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയറോബിക് ബാക്ടീരിയ. അപ്പോൾ ഇങ്ങനെ എയറേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എയറോബിക് ബാക്ടീരിയക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ ഓർഗാനിക് മാറ്ററിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നൈട്രേറ്റ്സും ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ നടക്കുന്നത് അതാണ്. ദ ഓർഗാനിക് മാറ്റർ ഓഫ് സീവേജ് ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രേറ്റ്, വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയറോബിക് ബാക്ടീരിയ. ഇനി അടുത്തത് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ആണ്. അപ്പോൾ സെക്കൻഡറി സെഡിമെൻറ്റേഷനിൽ പറയുന്നത് സീവേജ് ഈസ് ഡിറ്റൈൻഡ് ഫോർ 2 to 3 hours ഹിയർ. അപ്പോൾ ഈ സെഡിമെൻറ്റേഷൻ, ഫൈനൽ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇത്. അപ്പോൾ അവിടെ ഒരു 2 to 3 മണിക്കൂർ വരെ അവിടെ അതിനെ റിറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ സ്ലഡ്ജ് ഈസ് കളക്റ്റഡ് ഹിയർ ആൻഡ് ഹിയർ ഈസ് കോൾഡ് എയറേറ്റഡ് സ്ലഡ്ജ്. അപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിലേക്ക് വരുന്നത്, അതായത് ഓക്സിഡേഷൻ കഴിഞ്ഞിട്ട് എയറോബിക് ഓക്സിഡേഷൻ കഴിഞ്ഞ് ഈ ടാങ്കിലേക്ക് വരുന്നതിന് വിളിക്കുന്ന പേരാണ് എയറേറ്റഡ് സ്ലഡ്ജ് എന്നുള്ളത്. എ പാർട്ട് ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് pumped back into aeration tank and the rest is pumped into the sludge digestion tank for the treatment and disposal. അപ്പോൾ ഇങ്ങനെ ഈ കളക്റ്റഡ് ഫൈനൽ ടാങ്കിൽ നിന്ന് ടാങ്കിൽ കളക്ട് ചെയ്തതിന് ഒരു പോർഷൻ 20 to 30% തിരിച്ച് നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് വിടുന്നുണ്ട് ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളതിനെ പിന്നെ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. അതിൻ്റെ ഫൈനൽ ട്രീറ്റ്മെൻറ്റിനും അതിൻ്റെ ഡിസ്പോസലിനും ഒക്കെ വേണ്ടിയിട്ട് വിടുവാണ്. അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഫൈനൽ സെഡിമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ ഉള്ളത്. അപ്പോൾ ഇനി സ്ലഡ്ജ് ഡൈജഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും ഫൈനലി വന്ന സ്ലഡ്ജ് ഡൈജഷൻ പറയുന്നത് അനേറോബിക് ഓട്ടോ ഡൈജഷൻ ടേക്സ് പ്ലേസ്. അങ്ങനെ മാനുവർ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, അതായത് അനേറോബിക് ഓട്ടോ ഡൈജഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ
അതൊന്നും നമുക്ക് നല്ലൊരു മാനുവർ കിട്ടും. അത് മാനുവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് സീ ഡിസ്പോസൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഫൈനൽ ടാങ്കിലേക്ക് സെഡിമെൻറ്റ് ചെയ്തതിനെ ഡയറക്റ്റായിട്ട് സീയിലേക്ക് കളയുക, ഡീപ്പ് സീയിലേക്ക് കളയുക, അല്ലെങ്കിൽ ലാൻഡ് ഡിസ്പോസൽ, ലാൻഡുകളിലേക്ക് കളയുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതാണ് സ്ലഡ്ജ് ഡൈജഷനും ഡിസ്പോസലിലും വരുന്നത്.